ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കാണ്. വേറെ എവിടേക്കും അല്ല, നമ്മുടെ സ്വന്തം കോഴിക്കോട്ടേക്ക്. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കോഴിക്കോട്ടേക്ക് വന്നിരിക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, കശുവിൻ്റെ ഗ്രൂം ടു ബി ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് നമ്മുടെ ബൊട്ടിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വിളിക്കാൻ അക്ഷയ് അവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. കുറേ നേരമായി ഞാൻ അവനെ നോക്കി നടക്കണു. അവൻ പുറത്താണ് നിൽക്കണത്. അപ്പം മെല്ലെ പുറത്തെത്തി. അതാ അവനെ കണ്ടു. അവന് ജലദോഷം ആയതുകൊണ്ട് മാസ്കൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ നേരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ. അതിൽ ചുറ്റും പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. കുറേ ഡ്രസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അവസാനം നമ്മളൊരു തീരുമാനത്തിലെത്തി. ഗോകുലമാൾ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, പിന്നെ മേക്കപ്പും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗോകുലമാളിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അക്ഷയും കൂടെ. അവൻ പോണ വഴിക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ നൈസായിട്ട് വായി നോക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഫുഡ് കഴിക്കാമെന്ന്. ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നെസ്റ്റോയിൽ കയറി അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ച്. അവിടെ ചെന്നതും നല്ല ഹെൽത്തി ഓപ്ഷൻസാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, കുറച്ച് വെജീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹെൽത്തി ഫുഡാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഫുഡ് ഇവിടെ കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ണ് അപ്പുറത്തെ സീറ്റിലുള്ള ഒരു പെൺകുട്ടീനെയാണ്. അത് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. എഗ്ഗ് ഉണ്ടായിരുന്നു, ബോയിൽഡ് എഗ്ഗ് ആയിരുന്നു. ഞാൻ 2 ബോയിൽഡ് എഗ്ഗ് എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങുകയാണ്. ആദ്യം അക്ഷയ് നടന്നു പോണ വീഡിയോ ഞാൻ എടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഫ്രണ്ടിൽ നടക്ക്, നിൻ്റെ വീഡിയോ എടുത്തു തരാമെന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നടക്കാൻ പോണ ഞാനാണ്. അൺഎക്സ്പെക്റ്റഡാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, പക്ഷേ സംഭവം കോമഡി ആയിപ്പോയി. അതാ ഞാൻ പെട്ടെന്ന് നോക്കി ചിരിക്കുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ബാഗൊക്കെ അവിടെ പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാഗ് എടുക്കണം, അടുത്തത് കുറച്ച് വീഡിയോസ് എടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഡ്രസ്സ് മാറ്റണം, പിന്നെയും വീഡിയോ എടുക്കണം. അങ്ങനെ ഇന്ന് മൊത്തം ബിസി ഷെഡ്യൂളാണ്. അവിടുന്ന് ബാഗ് എടുക്കാനാണ് അക്ഷയ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഷോർട്സ് ഞാൻ ആഡ് ചെയ്യും. അടുത്ത ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കമ്മൽ അതിന് മാച്ചായിട്ടുള്ളതൊക്കെ എടുത്ത് നോക്കുകയാണ്. അത് നൈസായിട്ട് അവൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കളിയാക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ. ഈ പുറത്ത് വെയിലത്തൊക്കെ പോയി വീഡിയോ എടുക്കണേക്കാൾ നല്ലത് ഒരു വീഡിയോയും കൂടെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ വീഡിയോയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മെല്ലെ താഴത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഫുഡ് കോർട്ടിൻ്റെ അവിടെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞു. അടുത്തത് താഴത്തേക്ക് പോവുകയാണ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പോകുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവൻ എന്തൊക്കെയോ കോമഡി പറഞ്ഞ് ഞാൻ ഇടയിൽ കൂടെ ചിരിക്കുന്നുണ്ട്. മെല്ലെ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഇത് അടുത്ത ഡ്രസ്സിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാഗ് അവിടെ എവിടെയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കുകയായിരുന്നു. എവിടെ വെച്ചെന്ന് മറന്നുപോയി. എന്നിട്ട് അതൊക്കെ തപ്പി കണ്ടുപിടിച്ചെടുത്ത് ഞാനും അവനും കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എവിടേക്കോ അല്ല, അടുത്തത് വീണ്ടും ഡ്രസ്സ് മാറ്റാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് കശുവിൻ്റെ ഗ്രൂം ടു ബിക്കാണ്. അപ്പോൾ അതിനൊരു ഡ്രസ് കോഡ് ഉണ്ട്, വൈറ്റ്. അപ്പോൾ വൈറ്റ് ഡ്രസ്സ് ഇടാൻ വേണ്ടി ഞാൻ പോയതാണ്. മെല്ലെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെയോ അവിടെ നിന്ന് പറഞ്ഞ് കോമഡി പറഞ്ഞ് എന്തൊക്കെയോ ചിരിക്കുന്നുണ്ട്. അവനെന്നെ കളിയാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കശുവിൻ്റെ ഗ്രൂം ടു ബി നടത്തുന്ന കേക്ക് ബേ ഉണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ മെല്ലെ കേക്ക് ബേയിലെത്തി. അവിടെ അശ്വന്തേട്ടൻ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെയാണ് ആളെത്തിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ആൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ക്യാമറ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്യാമറയ്ക്ക് ഒരു ഹായ് ഒക്കെ തന്നു. ഞങ്ങൾ മെല്ലെ കേക്ക് ബേയിലേക്ക് കയറുകയാണ്. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരുവിധം ബർത്ത്ഡേ സെലിബ്രേഷൻസൊക്കെ കൂടുതലും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, കേക്ക് ബേയിൽ വെച്ചിട്ട്. നമ്മളിവിടെ ഗ്രൂം ടു ബിക്ക് വേണ്ടിയിട്ട് 1 hour എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ലേറ്റായി എന്ന് പറഞ്ഞ് വേഗം വന്നാണ്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ തീമൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല, ബലൂണൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. 10 മിനിറ്റിനുള്ളിൽ അവർ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് നമ്മുടെ തീം.
പിന്നെ ഇതാ കാത്തു വന്നിട്ടുണ്ട്, വി കെ വന്നിട്ടുണ്ട്. കാത്തുവിനെ ഇവിടെ ആക്കിയിട്ട് വി കെ തിരിച്ചു പോവാണ്. വി കെക്ക് പഠിക്കാനൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളധികം നിർബന്ധിച്ചില്ല. അപ്പോൾ വി കെക്ക് പോകാനുള്ള വണ്ടി വന്നു പറഞ്ഞു. അവിടെ പോലീസിൻ്റെ വണ്ടി കണ്ടപ്പോൾ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ. പിന്നെ ആൾ ഞങ്ങളോട് എല്ലാവരോടും ബായ് പറഞ്ഞ് പോവാണ്. ഇവിടുന്ന് യാത്ര പറഞ്ഞ് മതിയാവാതെ കാത്തു വീണ്ടും വീക്കയുടെ പിന്നാലെ പോയിട്ട് യാത്ര പറയാൻ പോയതാണ്. അതിൻ്റെ പിന്നാലെ അതുലും ചെല്ലുന്നുണ്ട്. അതുലിന് യാത്ര പറഞ്ഞ് മതിയായില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ യാത്ര പറയുന്നത് നോക്കി നിൽക്കുകയാണ്. അടുത്തത് ഇവിടെ മെയിൻ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കശു. ഇതാണ് നമ്മുടെ ഗ്രൂം. ആൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും സർപ്രൈസായിപ്പോയി. ഞാനിങ്ങോട്ട് വീഡിയോ വരുന്ന കാര്യം ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൊട്ടിക്കിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വരുന്ന കാര്യമൊക്കെ. പക്ഷേ ഗ്രൂം ടു ബിക്കാണെന്നുള്ള കാര്യം ആൾക്കറിയില്ലായിരുന്നു. അപ്പോൾ കാത്തു ആളിനെ വെൽക്കം ചെയ്യാണ്. കശു ഞങ്ങളെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷമാണ് കശുവിൻ്റെ ഫേസിൽ കാണുന്നത് കേട്ടോ. ശരിക്കും ആൾ സർപ്രൈസ്ഡായി. ശരിക്കും ആളുടെ ബ്രൈഡിനെ കൂടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സർപ്രൈസ് ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്ലാൻ നടന്നില്ല. കശുവിനെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കശുവിനോട് ചോദിക്കുമായിരുന്നു. കശു പക്ഷേ കിടന്നുറങ്ങുമായിരുന്നു അത്രേ, പാവം. അതിൻ്റെ ഇടയിൽ അശ്വന്തേട്ടൻ പോയിട്ടാണ് ആളെ വിളിച്ചിട്ട് വന്നത്. പിന്നെ ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും ഒരു എൻട്രി നടത്താൻ വേണ്ടി നോക്കി. അപ്പോഴേക്കാണ് മിഥുൻ വന്നത്. മിഥുനും അവിനാഷും വന്നു. പിന്നെ അക്ഷയ് അവനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്യാങ്ങിൽ ഒരുവിധം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് കശുവിൻ്റെ എൻട്രി വീഡിയോ എടുക്കാൻ പോക്ക്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞാനാണ് കശുവിന് എൻട്രി കൊടുക്കാൻ നോക്കിയത്. പക്ഷേ വൻ കോമഡി ആയിരുന്നു ഗൈസ്. ഇതൊന്നും നടപടിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് എന്ത് വിചാരിച്ചു, ഞങ്ങളെല്ലാവരും കൂടെ ചുമ്മാ അങ്ങോട്ട് കയറി പോവാന്ന്. അതേ നടക്കുള്ളൂ ഇപ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ അങ്ങോട്ട് കയറി വന്നു. അത് മാത്രമേ ഇപ്പം നടക്കുകയുള്ളൂ. അടുത്തത് നമ്മൾ കേക്ക് കട്ട് ചെയ്യേണ്ട പരിപാടിക്ക് നോക്കുകയാണ്. അപ്പോൾ ഇവരുടെ നിന്ന് കേക്ക് വാങ്ങാൻ പോയി. കേക്ക് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കേക്ക് സെറ്റ് ചെയ്തത് അക്ഷയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ കേക്ക്. അതുകൊണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഞാനും കത്തും കൂടെ പോയിട്ട് നൈസായിട്ട് ആ കേക്ക് മാറ്റി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറാക്കി, ചോക്ലേറ്റ് ഫ്ലേവറാക്കി. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മേലേക്ക് ഇങ്ങനെ കയറുകയാണ്. ഇത് മിഥുൻ മേലെ നിന്ന് ഇങ്ങനെ കശുവിൻ്റെ കയറി വരുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് കശുവിൻ്റെ ഇങ്ങനെയുള്ളൊരു ചിരി, കുലുങ്ങിയിട്ടുള്ള നടത്തവും. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ മേലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വലിയൊരു ഗ്യാങ്, ഞങ്ങളുടെ സ്വന്തം ടീം. പക്ഷേ ഇതിൽ കുറച്ച് പേർക്ക് മിസ്സിങ് ഉണ്ട് കേട്ടോ. കശുവിൻ്റെ കല്യാണത്തിന് എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്തത് ഞങ്ങൾ നമ്മുടെ ഗ്രൂമിനെ റെഡിയാക്കാൻ പോവാണ്. ഞാനും കാത്തും കൂടെ ഗ്രൂമിനെ നൈസായിട്ട് റെഡിയാക്കി. പിന്നെ അതിലത്തെ അവിടെ ഗ്രൂം ടൂബിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കേക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ദ അഡ്വെഞ്ചർ ബിഗിൻസ് എന്നായിരുന്നു. ശരിക്കും കല്യാണം എന്ന് പറയുന്ന ഒരു അഡ്വെഞ്ചർ തന്നെയാണല്ലോ. പിന്നെ ഞാനും കാത്തും കൂടെ കശുവിൻ്റെ കൂടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെയുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു അത്. എല്ലാവരും കൂടെ ഇരുന്ന് ബോൾ കളിക്കുക, ബലൂണ് കൊണ്ട് കളിക്കുക കേട്ടോ, ബോളല്ല സോറി, ബലൂണ് തട്ടിക്കളിക്കുക. പിന്നെ കുറേ ആയി എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ വിശേഷങ്ങളൊക്കെ പറയാം. അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് മിഥുനാണ്. അവൻ ആ ബലൂണൊക്കെ എന്തൊക്കെയൊക്കെയോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മിഥുനും മറ്റേ അക്ഷയും കൂടെ ഒരേ ബലൂൺ കൊണ്ട് ഏറായിരുന്നു, ബലൂൺ തട്ടിക്കളി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എല്ലാവരും ബലൂൺ കൊണ്ട് കളിക്കാൻ തുടങ്ങി. അവിടെ അശ്വന്തേട്ടൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അതിൽ എന്തായാലും നിഷ്കളങ്കമായ ചിരി. അതിൻ്റെ ഇടയിൽ അക്ഷയുടെ നിഷ്കളങ്കമായ ചിരി, അത് അടുത്ത അക്ഷയുടെ നിഷ്കളങ്കമായ ചിരി. പിന്നെ നമ്മുടെ കാത്തു പിന്നെ സൂപ്പറല്ലേ. ഇതൊക്കെ നമ്മുടെ സ്വന്തം കശുവിൻ്റെ ചിരി. അടുത്തത് എൻ്റെ ചിരി. ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന മിഥുനാണ് കേട്ടോ. അവൻ്റെ മോണാക്റ്റാണ് അടുത്തത്. ഇത് നമ്മുടെ കശുവിനെയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളാണ് കേട്ടോ ഈ മിഥുൻ എന്ന് പറയുന്നത്. അവൻ ഭയങ്കര സെലിബ്രിറ്റിയാണ്. ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വളർന്നു വരുന്ന ഒരു വലിയ കലാകാരനാണ് അവൻ. അങ്ങനെ അടുത്ത് നമുക്ക്
കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന വെൽക്കം ഡ്രിങ്ക് കിട്ടി. അത് കുടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ചേഴ്സൊക്കെ പറഞ്ഞ് ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ജ്യൂസ് കുടിച്ചു. അശ്വന്തേട്ടനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു തന്നത്. ഇവിടെ മിഥുൻ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവൻ്റെ കോമഡി കേട്ടിട്ടാണ് ബാക്കിയുള്ളവരും ചിരിക്കുന്നത്. അടുത്ത് കാത്തുവിന് നല്ല ഇഷ്ടപ്പെട്ടു. ഷുഗർ കട്ടൊക്കെയാണ്, പക്ഷെ ആൾ കുടിച്ചു, ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അശ്വന്തേട്ടൻ പിന്നെ കണ്ടോ, ആളിവിടെ ഏകോന്തത്തിൽ വിജൃംഭിച്ചിരിക്കുകയാണ്. അടുത്തത് കേക്ക് കട്ടിങ് ആയിരുന്നു. കേക്ക് കട്ട് ചെയ്യണ വീഡിയോ എടുത്തില്ല ഗൈസ്, അത് വിട്ടുപോയി. അങ്ങനെ ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ചെറിയ രീതിയിൽ കശുവിൻ്റെ മുഖത്തൊക്കെ ഒന്ന് കുറച്ച് തേച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് എടുക്കലായിരുന്നു. ഇതൊക്കെ നമ്മുടെ മിഥുൻ്റെ മാത്രം ഐഡിയാസാണ്. പിന്നെ അവൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയുള്ള മൊമെൻറ്റ്സ്. എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും ഇവരുടെ അടുത്തൊന്ന് ചെന്നാൽ മതി, നമ്മുടെ മൂഡ് അങ്ങനെ മാറിക്കോളും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കളിയായി, ചിരിയായി, തല്ലുകൂടലായി. എല്ലാവരും കൂടെ ലാസ്റ്റ് വീഡിയോ എടുക്കുകയാണ്. അടുത്തത് നെക്സ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യണത് ഫുഡ് കഴിക്കാൻ പോകാനാണ്. പിന്നെയാണ് ആലോചിച്ച് ഞാൻ പോയ കാര്യങ്ങൾ മുഴുവനായിട്ട് നടന്നിട്ടില്ലല്ലോ എന്ന്. ഇനിയും ഡ്രസ്സുണ്ട്, 2 ഡ്രസ്സും കൂടെ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ എന്ത് വിചാരിച്ചു, ഇനിയിപ്പോൾ ഇവിടെ ഒരു 1 അവറും കൂടെ നമുക്ക് ടൈം ഉണ്ടല്ലോ, ആ ടൈം മാക്സിമം മുതലാക്കി കുറച്ചും കൂടെ വീഡിയോസ് ഞങ്ങളുടെ എല്ലാവരെയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുതിയ പുതിയ സംഭവങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് പഴഞ്ചനാണ്, പക്ഷേ എന്നാലും ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമല്ലേ ഇതൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ടായിരുന്നു, ഈ ബലൂണൊക്കെ പൊട്ടിക്കൽ. ഞാനും അതിലും വരുന്നു ബലൂൺ പൊട്ടിക്കാൻ മെടുക്കർ. ഞങ്ങൾ 2 പേരും കൂടെ തല്ലുകൂടിയിട്ട് ഞാൻ പൊട്ടിക്കുക നീ പൊട്ടിക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ കുറേ ബലൂൺ പൊട്ടിച്ചു. വീണ്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കണ്ടപ്പോൾ അതുലിനൊരാഗ്രഹം. അപ്പോൾ എൻ്റെ ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ട് അവൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ കാത്തു ആണെങ്കിലോ, കാത്തു അവിടെ നിന്നിട്ട് മിഥുൻ്റെ ഷർട്ടൊക്കെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാത്തുവിന് ആ ഷർട്ട് നല്ല ഇഷ്ടമായി എന്ന് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഇതവിടെ അതുലിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഫൗണ്ടേഷൻ എന്തൊക്കെയോ എടുത്തിട്ട് വാരി പൊത്തുന്നുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത വീഡിയോ എടുക്കാൻ ഇനി എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. രഞ്ജിനി ഓൾ വേ ഫ്രം പാലക്കാട് കുറെ ഡ്രസ്സ് കയറ്റി പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഷൂട്ട് ഡേ. അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്തതൊന്നും ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും ഗൈസ്. അടുത്ത ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് റഹ്മത്തിലേക്ക്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അടുത്തത് എൻ്റെ ട്രെയിൻ മിസ്സാവുമോ എന്നാണ് അടുത്ത പേടി. കാരണം ഇനി അത്ര ടൈമൊന്നുമില്ല, വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം. നമ്മൾ റഹ്മത്ത് ഹോട്ടലിലാണ്. ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. കുറേ നേരം പുറത്തിരുന്ന് ക്ഷീണിച്ചതും പിന്നെ രാവിലെ മുതലുള്ള അലച്ചിലും എല്ലാം കൂടെ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് വെള്ളം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമാധാനമായി. ഇനി പെട്ടെന്ന് തന്നെ ബിരിയാണി വരുമല്ലോ. അതുലിന് ചൂട് വെള്ളം തന്നെ വേണം പറഞ്ഞിട്ട് അവൻ തിളച്ച വെള്ളം വാങ്ങി കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് അവൻ്റെ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ. റഹ്മത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് ജയിക്കുമോ അതോ BJP ജയിക്കുമോ എന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ ബിരിയാണി വന്നു ഗൈസ്. റഹ്മത്തിലെ ബിരിയാണി അത് ശരിക്കൊരു വികാരം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം ഫുഡ് കഴിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അടുത്ത സ്പോട്ട് കോഴിക്കോട് ബീച്ച്. ഈ സമയമില്ലാത്ത സമയത്ത് ഇവിടെ വന്നതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് ഗൈസ്. അതെന്താണെന്നറിയോ, എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കല്ലുമ്മക്കായ. എന്തോ എൻ്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആർക്കും ഈ കല്ലുമ്മക്കായ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് കല്ലുമ്മക്കായും വാങ്ങിയിട്ട് കോഴിക്കോടിനോട് താൽക്കാലികമായിട്ട് വിട പറയുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും കശുവിൻ്റെ കല്യാണമൊക്കെ ആയില്ലേ, അപ്പോൾ ഇനി അടുത്തത് കശുവിൻ്റെ കല്യാണത്തിനുള്ള വരവിലെ കോഴിക്കോടിലെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം. അപ്പം ഗൈസ് ബൈ.